ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ 23 ദിവസം നീണ്ട നിരാഹാര സമരം അവസാനിപ്പിച്ചിട്ട് ഇന്ന് 4ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. മനസ്സിനും ശരീരത്തിനും തീവിഴുങ്ങിയ പോലൊരു പുകച്ചിലും കടുത്ത വേദനയുമാണ് ഇപ്പോഴുമുള്ളതെന്ന് ഓൾ ഇന്ത്യ സ്റ്റുഡന്റ്സ് അസോസിയേഷൻ അധ്യക്ഷ വ്യക്തമാക്കുന്നു. നടപ്പാതയിൽ ടാർപോളിനു കീഴിൽ വെയിലും മഴയുമേറ്റ് ഞാനുൾപ്പെടെ 6 പേരാണ് സമരത്തിന്റെ ഭാഗമായി നിരാഹാരമിരുന്നത്. സമരത്തിന്റെ ആദ്യ 5 ദിവസത്തോളം വിശപ്പ് വലിയൊരു വേദനയായി അനുഭവപ്പെട്ടിരുന്നു. എന്നാൽ രണ്ടാമത്തെ ആഴ്ചയിലേക്കു കടന്നതോടെ ശരീരം പൂർണ്ണമായും തളർന്നു തുടങ്ങി. ഈ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളും മാതാപിതാക്കളുമടക്കം ഒട്ടേറെ പേർ സമരവേദിയിലെത്തി പിന്തുണയറിയിച്ചു. 3ാമത്തെ ആഴ്ചയോടെ ശരീരത്തിലും പേശികളിലും അസഹ്യമായ വേദന അനുഭവപ്പെട്ടു. ഒടുവിൽ പരസഹായമില്ലാതെ നടക്കാനോ ശുചിമുറിയിൽ പോകാനോ പോലും കഴിയാത്ത അവസ്ഥയിലേക്കെത്തി. ഇതിനിടയിൽ ഞങ്ങളോടൊപ്പം നിരാഹാരത്തിലുണ്ടായിരുന്നവരിൽ 3 പേരെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്നു. മഴ പെയ്ത ദിവസങ്ങളിൽ സമരവേദിയുടെ സ്ഥിതി കൂടുതൽ ദുസ്സഹമായി മാറി. ചോർന്നൊലിക്കുന്ന ടാർപോളിനിലൂടെ വെള്ളം കിടക്കയിലേക്ക് പതിച്ചു. എന്നാൽ സമരവേദിയിലേക്ക് നല്ല ടാർപോളിനോ കിടക്കകളോ കടത്തിവിടാൻ പോലീസ് തയ്യാറായില്ല. നിരാഹാര സമരം അവസാനിപ്പിക്കാൻ നിശ്ചയിച്ചിരുന്ന 20ാം തീയതി പോലും ജന്തർ മന്ദറിൽ പോലീസിന്റെ ഭാഗത്തുനിന്നു ക്രൂരമായ അതിക്രമങ്ങളാണ് ഉണ്ടായത്. സമരപ്പന്തൽ പൊളിച്ചു നീക്കാൻ ശ്രമങ്ങൾ നടന്നു. കണ്ണീർവാതക പ്രയോഗത്തിലും ലാത്തിച്ചാർജിലും ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് പരിക്കേറ്റു.